നമസ്കാരം. SMIM സ്കീം കർഷകർക്ക് കാർഷിക ഉപകരണങ്ങൾ 50% സബ്സിഡിയോടുകൂടി വരെ വാങ്ങുവാൻ സഹായിക്കുന്ന ഒരു ഗവൺമെൻറ് പദ്ധതിയാണ് SMIM സ്കീം. ഈ സ്കീം പ്രകാരം ഏതൊക്കെ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കുമെന്നും ഓരോ ഉപകരണത്തിനും എത്ര സബ്സിഡി കിട്ടുമെന്നും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. സ്കീമിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അടങ്ങിയ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ അവസാനം ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുമുണ്ട്. ഇനി ഇതിനായിട്ട് ഗൂഗിൾ ക്രോമിൽ പോയി agrimachinery.nic.in എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ ഫാം മെക്കനൈസേഷൻ ആൻഡ് ടെക്നോളജി എന്നൊരു വെബ്സൈറ്റ് ഓപ്പൺ ആവും. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നൊരു ലിങ്ക് കാണാവുന്നതാണ്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത സ്ക്രീൻ ഓപ്പൺ ആവും. വരുന്ന പോപ്പപ്പ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം മെനു ഓപ്ഷനിൽ പോവുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് മെനു ഓപ്ഷൻ കാണാൻ സാധിക്കും. മെനു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സബ്സിഡി കാൽക്കുലേറ്റർ എന്നൊരു ഓപ്ഷൻ ഡിസ്പ്ലേ ആവുന്നതാണ്. സബ്സിഡി കാൽക്കുലേറ്റർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ആദ്യമായി സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. കേരള എന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സ്കീം SMIM എന്ന് സെലക്ട് ചെയ്യുക. പിന്നീട് ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ എന്ന് സെലക്ട് ചെയ്യുക. ഫാമർ കാറ്റഗറി ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഫാമർ ടൈപ്പ് ലാർജ്, മാർജിനൽ, സ്മോൾ ഏതാണെന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇംപ്ലിമെൻറ്റ്. ഇവിടെ നമുക്ക് ഏതൊക്കെ ഉപകരണങ്ങളാണ് ഈ സ്കീം പ്രകാരം വാങ്ങാൻ സാധിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും ഒരു വിധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും നമുക്ക് ഈ സ്കീം പ്രകാരം വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത് അഗ്രികൾച്ചർ ഡ്രോൺ എന്നുള്ള ഒരു മെഷീനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഡീലർ എത്രയാണ് പ്രൈസ് കോട്ട് ചെയ്തിരിക്കുന്നത് കൊടുക്കുക. ഇവിടെ എക്സാമ്പിളായിട്ട് 10 lakhs എന്ന് നമ്മൾ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം നമ്മൾ എൻ്റർ ചെയ്ത് ഷോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ആകുന്നതാണ്. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കാണാം ഡീലറിൻ്റെ പ്രൈസ് 10 lakhs. അതിൽ സെൻട്രൽ സബ്സിഡി മാക്സിമം 4 lakhs ആയിരിക്കും കിട്ടുക. അപ്പോൾ ടോട്ടൽ സബ്സിഡി 4 lakhs ആണ്. കർഷകൻ കൊടുക്കേണ്ട പ്രൈസ് 6 lakhs ആണ്. ടോട്ടൽ ഉപകരണത്തിൻ്റെ ടോട്ടൽ വില 10 lakhs ആണ്. അപ്പോൾ അതായത് 4 ലക്ഷം രൂപ ആൾക്ക് സബ്സിഡി ആയിട്ട് കിട്ടും. ഇങ്ങനെ ഈ സബ്സിഡി പ്രയോജനപ്പെടുത്തി ഉപകരണങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഏതൊക്കെ ഉപകരണങ്ങളാണ് വാങ്ങാൻ സാധിക്കുന്നതെന്നും അതുപോലെ ഓരോ ഉപകരണത്തിനും എത്രയാണ് സബ്സിഡി ലഭിക്കുന്നതെന്നുമാണ്. ഇൻഫർമേഷൻ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. താങ്ക്